ഫിലിം ഗാരേജിന്റെ OTT അപ്ഡേറ്റുകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 9 7 OTT റിലീസ് അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ആദ്യത്തേത് ഗാങ്സ് ഓഫ് ഗോദാവരി എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഒരാഴ്ച മുന്നേ മാത്രം തിയേറ്ററുകളിലേക്ക് എത്തിയ വിശോക് സെൻ നായകനെത്തിയ സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രം ഈ ആഴ്ച ജൂൺ 14 തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. മലയാളം, തമിഴ്, തെലുഗു, കന്നഡ ഭാഷകളിലായിരിക്കും GOG OTT റിലീസ് ചെയ്യുക. ഒരാഴ്ച മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ മറ്റൊരു അന്യഭാഷാ സിനിമയാണ് മിസ്റ്റർ ആൻഡ് മിസസ് മഹി. ജാൻവി കപൂർ, രാജ്കുമാർ റാവു തുടങ്ങിയ പ്രധാന റോളുകളിലെത്തിയ സിനിമയുടെ OTT അവകാശങ്ങളും നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത് 8 ആഴ്ചകൾക്ക് ശേഷം മാത്രമേ സിനിമ OTT റിലീസ് ചെയ്യുകയുള്ളൂ. ഓഗസ്റ്റ് മാസം സ്വാതന്ത്ര്യദിനം പ്രമാണിച്ചെല്ലാം തന്നെ സിനിമ OTT റിലീസ് ചെയ്യുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. അരൺമനൈ 4 എന്ന സിനിമ തിയേറ്ററുകളിൽ വിജയിച്ച ഈ വർഷത്തിലെ തമിഴ് സിനിമയാണല്ലോ. ചിത്രത്തിന്റെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം നേരത്തെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിന്റെ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞതാണ്. ചിത്രം ഈ വരുന്ന ജൂൺ 21 തീയതി ആയിരിക്കും ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യുക. മലയാളം, തമിഴ്, തെലുഗു, കന്നഡ ഭാഷകളിൽ സിനിമ OTT റിലീസ് ചെയ്യുന്നതാണ്. തമിഴ്, തെലുഗു ഭാഷകളിൽ OTT റിലീസിനൊരുങ്ങുന്ന ഏറ്റവും പുതിയ C5 സീരീസാണ് പർവ്. ഈ വരുന്ന ജൂൺ 14 തീയതി ഈ ആഴ്ചയായിരിക്കും C5 ഈ പറഞ്ഞ 2 ഭാഷകളിൽ ഈ സീരീസ് OTT റിലീസ് ചെയ്യുക. നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസിനൊരുങ്ങുന്ന ഈ മാസത്തിലെ അടുത്ത പ്രധാനപ്പെട്ട വിദേശ നെറ്റ്ഫ്ലിക്സ് കണ്ടന്റ് ആണ് എ ഫാമിലി അഫെയർ. ഈ ജൂൺ മാസം 28 തീയതി ആയിരിക്കും സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യുക. ഇന്ത്യൻ ഭാഷകളിലും OTT റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാമചന്ദ്ര ബോസ് ആൻഡ് കോ കഴിഞ്ഞ വർഷം ഓണം റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തി വൻ ദുരന്തമായ നിവിന്റെ സമീപകാല സിനിമകളിൽ ഒന്നാണല്ലോ. കഴിഞ്ഞ ഒരുപാട് മാസങ്ങളായിട്ട് OTT റിലീസ് ചെയ്യാത്ത സിനിമയുടെ OTT റിലീസ് ചെയ്യാത്തതിന്റെ കാരണം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ. സിനിമ OTT റിലീസ് ചെയ്യാത്തത് OTT ബയേഴ്സ് ഇല്ലാത്തത് കൊണ്ടല്ല. ജിയോ സിനിമാസ് എന്ന ഹിന്ദിയിലെ തന്നെ പ്രമുഖ OTT പ്ലാറ്റ്ഫോം മലയാളത്തിൽ ഒരു സിനിമ ആദ്യമായിട്ട് OTT റിലീസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തത് ബോസ് ആൻഡ് കോ എന്ന സിനിമയായിരുന്നു. നിവിനും ജിയോയും തമ്മിലാണ് ചർച്ചകൾ നടക്കുന്നത് എന്നും സിനിമ ഉടൻ OTT റിലീസ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നുവെന്നാണ് ലിസ്റ്റിന് അറിയിച്ചിരിക്കുന്നത്. വീഡിയോയിലെ അവസാനത്തെ അപ്ഡേറ്റ് പവി കെയർ ടേക്കർ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ദിലീപിന്റെ കോമഡി ഫാമിലി എന്റർടൈനർ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ പവി കെയർ ടേക്കർ. തിയേറ്ററുകളിൽ വിജയിക്കാനാവാതെ പോയ സിനിമയുടെ OTT അവകാശങ്ങൾ നേരത്തെ തന്നെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് മുന്നേ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് സ്വന്തമാക്കിയത്. ചിത്രം ആട് ജീവിതത്തിനും സുരാജ് വെഞ്ഞാറമൂടിന്റെ OTT സീരീസിനും ശേഷം മാത്രമേ ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യുകയുള്ളൂ. പാൻ ഇന്ത്യൻ ഭാഷകളിൽ അടുത്ത മാസം ജൂലൈ മാസം സിനിമ OTT റിലീസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ പവിയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട്.